മഹത്വപ്പെടുവാൻ ഡാലസ് പ്രയർ ലൈനിനോട് ചേർന്ന് നാലാമത്തെ ഈ പ്രഭാതത്തിലും ആയിരിക്കാൻ ദൈവം കൃപ നൽകിയല്ലോ. ഈ പ്രയറിന്റെ ഇൻചാർജ് ആയിരിക്കുന്ന പാസ്റ്റർ ജോസഫ് മാത്യു, പ്രയർ കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ സന്ധ്യ, അതുപോലെ തന്നെ ഈ പ്രയർ ഗ്രൂപ്പിൽ സംബന്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ, റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇത് കേൾക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൽ ഉള്ള വന്ദനം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയധികം ദീർഘമായ സാക്ഷ്യങ്ങൾ പറയുവാൻ എനിക്കൊരവസരം കിട്ടിയത് ഈ നിങ്ങളുടെ ഡാലസ് പ്രയർ ലൈനിൽ കൂടിയാണ്. കാരണം പലപ്പോഴും നമുക്ക് ശുശ്രൂഷകൾക്കൊക്കെ അവസരം കിട്ടിയാൽ 1 മണിക്കൂർ അല്ലെ 3/4 മണിക്കൂർ കൊണ്ട് അല്ലെ കൂടിയ 1.25 മണിക്കൂർ കൊണ്ട് ഒക്കെ നമ്മുടെ പ്രസംഗവും സാക്ഷ്യവും ഒക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ദീർഘ സമയങ്ങൾ കർത്താവിൻ്റെ സാക്ഷ്യം, കർത്താവ് ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ, അത് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ, മറ്റുള്ള അനേകർക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനും ഒക്കെ കർത്താവ് സാവകാശം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അങ്ങനെ അവസരം തന്ന ഈ ഡാലസ് പ്രയർ ലൈനിനോടും അതിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന കർത്താവിനദാസിനോടും, പ്രിയ കോർഡിനേറ്റർ കർത്താവിനദാസ് സിസ്റ്റർ സന്ധ്യയോടും മറ്റുള്ളവരോടും ഒക്കെയുള്ള നന്ദി പ്രാരംഭത്തിൽ തന്നെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മുടെ മധ്യത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. നാം ആരും ഒന്നും ചെയ്യുന്നതല്ല, നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. മിടുക്കനായ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസെ, നിനക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. 14 നീണ്ട ലേഖനങ്ങൾ എഴുതിയ അപ്പോസ്തലനായ പൗലോസ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പറയുന്നു, ഞാനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയില്ലാതെ, കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ, കർത്താവ് നമ്മോട് കൂടെ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ബഹുമാനവും കർത്താവിന് അർപ്പിക്കുന്നു. ഞാൻ തുടർന്നുള്ള സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. കർത്താവ് നമ്മുടെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്, ഒരാത്മശക്തിയുണ്ട്. ആ നൽകപ്പെട്ട ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. നമുക്ക് അത്ഭുതങ്ങളെക്കുറിച്ചും അതിശയങ്ങളെക്കുറിച്ചും ഒക്കെ പറയുവാൻ കഴിയും. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വിഷയങ്ങളും രോഗങ്ങളും ഒക്കെ കടന്നു വരും. അതിൻ്റെ നടുവിൽ നാം പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമുക്ക് ആവശ്യം. ആ പരിശുദ്ധാത്മ ശക്തി ഇല്ലാതെ വരുമ്പോഴാണ് നാം ദൈവത്തോട് പിറുപിറുക്കുന്നതും ദൈവത്തിൽ നിന്ന് അനുഭവിച്ച നന്മകളൊക്കെ മറന്നുപോയി ദൈവത്തെ കുറ്റം പറഞ്ഞ് നാം പിന്മാറിപ്പോവാൻ ഇടയാകുന്നതൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഏറ്റവും അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അഭിഷേകം കിട്ടിയവർ അത് കൂടുതൽ ജ്വലിപ്പിക്കുവാനും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ദൈവം നമ്മെ എത്തിക്കുവാനും ആത്മീയമായ വിഷയങ്ങളിൽ നാം കുറെ കൂടി സമ്പന്നരായി തീരുവാനും ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ള ഒരു 95% കാര്യങ്ങൾ. എനിക്കറിയാൻ വയ്യാത്ത വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് ഇങ്ങനെ പറയും, കർത്താവേ, എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെക്കുറിച്ച് എന്നെ ഒന്ന് പഠിപ്പിക്കണം.
നമ്മൾ തകർന്ന ഹൃദയത്തോട്, നുറുങ്ങിയ ഹൃദയത്തോട്, ആവശ്യഭാരത്തോട് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് എന്ത് നമ്മൾ അപേക്ഷിച്ചാലും ശരി, നമ്മളെ അത് വ്യക്തമായി പറഞ്ഞ് കർത്താവ് മനസ്സിലാക്കും. ഞാനിത് പറയുമ്പോൾ ഒരു ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് കുറെ സമയം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, പിശാച് ഉണ്ടോ? പിശാച് സംസാരിക്കുമോ? ഞാൻ പറഞ്ഞു, പിശാച് സംസാരിക്കത്തില്ല. എങ്ങനെ പിശാചിന് സംസാരിക്കാൻ കഴിയും? പിശാചിന്റെ പല്ല് കാൽവറി ക്രൂശിൽ എൻ്റെ യേശു അടിച്ച് തകർത്തതാണ്. അവൻ ഇനി എഴുന്നേൽക്കാൻ കഴിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ക്യാമ്പിൽ ഒരാൾക്ക് ഒരു പൈശാചിക ബാധയുണ്ടായി. അദ്ദേഹം വേറൊരു വ്യക്തി സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഞാനത് അത്ര കാര്യമായി എടുത്തില്ല, ഞാനത് വിട്ടു. എന്നാൽ അടുത്ത ദിവസം എൻ്റെ ഉപവാസ പ്രാർത്ഥന 7 ദിവസത്തെ തുടങ്ങിയായിരുന്നു. ഞാനപ്പോൾ തന്നെ നിങ്ങളോട് പറയട്ടെ, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം ഉപവാസ പ്രാർത്ഥനയുടെ നാളുകളിൽ പ്രാപിച്ചിട്ടുള്ളത്. അത് ഞാൻ ചോദിക്കാത്ത അനവധി കൃപാവരങ്ങൾ ദൈവം എനിക്ക് തന്നു. ഞാൻ ചോദിച്ചത് കൂടാതെ ചോദിക്കാത്ത ഒരുപാട് കൃപാവരങ്ങൾ എനിക്ക് ദൈവം തന്നു. അത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി എനിക്ക് തന്നതാണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഞാൻ ഈ 7 ദിവസം ഉപവാസ പ്രാർത്ഥന 4-ാമത്തെ ദിനം രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ പിശാചിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് മനസ്സിൽ കൂടെ ഒരു ആഗ്രഹം പോയി. പിശാച് ഉണ്ടോ? പിശാച് സംസാരിക്കുമോ? എങ്ങനെയാണ് പിശാച് ഒരാളുടെ ശരീരത്തിൽ കയറുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എന്നെ ഭരിക്കുവാനിടയായി. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ 5-ാം ദിവസം ഉപവാസത്തിൽ ഞാൻ ദോഹയിലുള്ള റിസ് കാൾട്ടൺ ഹോട്ടലില്, ആ ഹോട്ടലിന്റെ മെയിൻ്റനൻസുകളൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ സൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവദാസ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാനൊരു വർക്കിനോടുള്ള ബന്ധത്തിൽ ഇവിടെ റിസ് കാൾട്ടൺ ഹോട്ടലിന്റെ സൈറ്റിലാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, എൻ്റെ മകൾക്ക് കഴിഞ്ഞ രാത്രി മുതൽ ഒരു വലിയ പ്രയാസം. എനിക്ക് എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾ വളരെ അനുസരണയുള്ള നല്ലൊരു കുട്ടിയാണ്. അന്ന് ആ കുഞ്ഞിന് ഏണ്ടൊരു 14 വയസ്സുണ്ട്. അവര് പെന്തക്കോസ് പാരമ്പര്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. എന്നോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ അവൾ കുറെ അബ്നോർമലായി ഞങ്ങളെ നോക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് 3 പ്രാവശ്യം വാഷ്റൂമിൽ കയറി അവർ കുളിച്ചു. 3 പ്രാവശ്യം പിന്നെയും ഡ്രസ്സ് ചെയ്തു, പിന്നെയും വാഷ്റൂമിൽ കയറി കുളിച്ചു. അപ്പം എന്തോ അത്ര പന്തിയല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് അവിടെ തലയിൽ വെച്ചിട്ട് 91-ാം സങ്കീർത്തനം വായിച്ചു. പെട്ടെന്ന് ആ കുഞ്ഞ് കരമെടുത്തിട്ട് ആ ബൈബിളിട്ട് അടിച്ചു. ബൈബിൾ താഴെ. അത് കഴിഞ്ഞ് വാതിലടച്ച് റൂമിനകത്ത് കയറിയിരുന്നു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എവിടെയാണ് മെന്റൽ ഹോസ്പിറ്റൽ ഉള്ളത്? നമുക്ക് ആരെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കാണിക്കാൻ പറ്റും, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യും. പെട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എൻ്റെ വീട്ടിലേക്ക് വാ, ഞാനിപ്പോൾ അവിടെ വരാം, നിങ്ങൾ അങ്ങോട്ട് വാ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ വരുമ്പോൾ ഇടത്ത് സൈഡിൽ കൂടെ ഞാൻ എൻ്റെ ഗേറ്റിൽ വരുന്നു, ഗേറ്റിന് മുന്നേ വരുന്നു. അവർ വലത്ത് സൈഡിൽ കൂടെ ഗേറ്റിന് മുന്നേ വരുന്നു. 2 വണ്ടികളും മുഖാമുഖം വന്നു. ഞാൻ എൻ്റെ വിൻഡോ തുറന്നിട്ട് ആ സഹോദരനോട് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. ഈ സമയത്ത്
ആ കാറിന്റെ ബാക്കിൽ ഇരിക്കുന്ന കുഞ്ഞ്, അവരുടെ അപ്പനും അമ്മയും ആ കുഞ്ഞും മാത്രമേ ഉള്ളൂ. ആ മോള് വിളിച്ചു പറയുക, ഈ ഗേറ്റിനകത്തേക്ക് എന്നെ കയറ്റല്ലേ, അതിനകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് ഞാൻ ഗേറ്റ് തുറന്നു. എൻ്റെ വണ്ടിയും അദ്ദേഹത്തിന്റെ വണ്ടിയും അകത്ത് കയറുന്നു. ഗേറ്റ് ഞാൻ അടച്ചു. ഗേറ്റ് അടച്ചിട്ട് ഈ കുഞ്ഞിനെ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കുവാൻ വേണ്ടി ഈ പിതാവ് കയ്യിൽ ഇങ്ങോട്ട് പിടിച്ച് ഇറങ്ങാൻ ആവശ്യപ്പെട്ട സമയത്ത് ആ കുഞ്ഞ് കൈ നൂർത്ത് ഈ പിതാവിന്റെ ചെള്ളയ്ക്ക് ഒരടിയടിച്ചു. 5 വിരലും ആ ചെള്ളയ്ക്ക് പതിഞ്ഞു. പെട്ടെന്ന് ആ ദേഷ്യത്തിൽ അദ്ദേഹം ആ കുഞ്ഞിനെ അടിക്കാൻ കൈവങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ തൊട്ട് പോലെ നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടെ ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രയർ ഹാളിന് മുന്നിൽ വന്നപ്പോൾ ആ മെയിൻ ഡോറിന്റെ അവിടെ വന്നപ്പം ഈ കുഞ്ഞ് അവിടെ കിടന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഞാൻ കയറില്ല, ഇതിനകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുക. പ്രിയരെ, നമ്മൾ അഭിഷേകത്തോടുകൂടി അന്യഭാഷയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി ഒരു അഗ്നി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തീക്കകത്ത് ഒരുവിധപ്പെട്ട ഏത് ശക്തികളും വെന്തുപോകും എന്നുള്ള കാര്യം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കുഞ്ഞ് ഒരു പാമ്പ് കിടന്നെഴയുന്നത് പോലെ അവിടെ കിടന്നെഴയുക. അപ്പൊ ഈ കുഞ്ഞിന്റെ നെറ്റിക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇവളുടെ തല താഴോട്ടങ്ങ് പോകും. കൈ എടുത്തു കഴിയുമ്പോൾ വീണ്ടും ഇതിങ്ങനെ പത്തി നിന്ന് ആടുന്ന പോലെ, ഒരു പാമ്പ് ആടുന്ന പോലെ ആടുക. അതിനുശേഷം ഞാനും എൻ്റെ വൈഫും കൂടി ഈ കുഞ്ഞിനെ പിടിച്ച് ഞങ്ങളുടെ പ്രയർ ഹാളിനകത്ത് കൊണ്ടുവന്ന് മാറ്റേ കടത്തിയതിനു ശേഷം ഈ കുഞ്ഞിങ്ങനെ നിന്ന് ആടുക. ഞാൻ ചോദിച്ചു, നീ ആരാണ്, നിനക്ക് എന്ത് വേണം? അപ്പോ എന്നോട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞിട്ട്, ഞാൻ അതിന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നോട് പറഞ്ഞു, ഞാൻ ആ അമ്പലത്തിലെ ദേവിയാണ്, എനിക്ക് ഈ കുഞ്ഞിനെ അടിമ വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ നിനക്ക് അടിമ വെച്ചിരിക്കുന്നതല്ല, ഈ കുഞ്ഞിനെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞ് ഈ കുഞ്ഞിനെ വീണ്ടെടുത്ത കുഞ്ഞാണ്. ഒരു മനുഷ്യൻ പ്രതിവാദം ചെയ്യുന്നത് പോലെ, ആർഗ്യുമെന്റ് നടത്തുന്നത് പോലെ വീണ്ടും എന്നോട് പറയുക, ഇത് എനിക്ക് അടിമ വെച്ചിരിക്കുന്ന എൻ്റെ വകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതുവരെ പിശാച് സംസാരിക്കുമെന്നോ പിശാച് സംസാരിക്കുന്നത് കേട്ടിട്ടോ ഒന്നുമില്ല. പക്ഷെ അന്ന് രാത്രിയിൽ അന്ന് പകൽ എനിക്കൊരു കാര്യം മനസ്സിലായി, പിശാച് സംസാരിക്കും. വ്യക്തമായി ഞാൻ ആ പിശാചുമായി ഒരു വലിയ യുദ്ധത്തിൽ അകപ്പെട്ടതുപോലെ ഞങ്ങൾ 3 പേര്, ആ കുഞ്ഞിന്റെ മാതാപിതാക്കളും എൻ്റെ വൈഫും ഞങ്ങൾ 4 പേര് അന്യഭാഷയിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ ഈ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് ഏതാണ്ട് ഒരു 50 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ ഈ കുഞ്ഞിനെ വിട്ടുമാറിപ്പോവാൻ. അനേക പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഇതിനെ എനിക്ക് അടിമ വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, നോ, ഇത് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര വെച്ചിരിക്കുന്ന കുഞ്ഞാ, വിട്ടുമാറാൻ പറഞ്ഞു. 55-ാമത്തെ മിനിറ്റിൽ ആ കുഞ്ഞ് തളർന്ന് ഒരൊച്ച ഉണ്ടാക്കി അവിടെ വീണു. പ്രിയരെ, ഞാനിത് പറയുമ്പോൾ ഇന്ന് വരെ ഈ സംഭവത്തെക്കുറിച്ച് ആ കുഞ്ഞിന് അറിയാമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഒരു പെൺകുഞ്ഞായതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പേര് ഒരിക്കലും പുറത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ അവരുടെ മാതാപിതാക്കൾക്കറിയാം. അന്ന് ചില സമയത്തിന് ശേഷം ഞാൻ ജോലിക്ക് പോയി, ആ കുഞ്ഞിന്റെ പിതാവും ജോലിക്ക് പോയി. ആ മാതാവും എൻ്റെ വൈഫും കൂടെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുകളിലത്തെ നിലയിലുള്ള ഞങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി 4 മണിക്കൂർ ആ കുഞ്ഞവിടെ കിടന്നുറങ്ങി. അതിനുശേഷം അത് തിരിച്ചു വന്നു.
ചോദിച്ചു, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? നമ്മൾ എപ്പോഴാണ് ഇവിടെ വന്നത്? എന്തിനാ ഇവിടെ വന്നത്? ഇങ്ങനെ പല ചോദ്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇല്ല, നമ്മള് ഇവിടെ പാസ്റ്ററുകളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായി അന്ന് ആ പകൽക്കാലം ആ കുഞ്ഞിനെ ദൈവം വിടുവിച്ചു. അപ്പൊ ഞാന് അവരോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം? ആ കാരണം അന്വേഷിച്ച് അവര് ഒത്തിരി ചിന്തിച്ചു. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുമോ? അപ്പോൾ അതിനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒന്ന്, നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കൃഷ്ണന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കഴിയുമെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കണമെന്ന് പറയുവാൻ ഇടയായി. ഈ കുഞ്ഞിനോട് അടുത്ത് താമസിച്ചിരുന്ന ഒരു ഭവനക്കാരൻ പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള സാധനങ്ങൾ അകത്ത് പോവുകയും, രണ്ട്, ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കുകയും നന്നായി പ്രാർത്ഥനാ ജീവിതം ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ സാധ്യതകളുണ്ട്. എന്തായാലും ദൈവത്തിന്റെ കൃപയാൽ പറയട്ടെ, അന്ന് പകൽക്കാലം ആ കുഞ്ഞിനെ ദൈവം വിടുവിച്ചു. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അത് വിവാഹിതയായി. ആ വിവാഹത്തിനും എനിക്ക് പങ്കെടുക്കുവാനായി സാധിച്ചു. ആ കുഞ്ഞിനെ ഞാൻ സ്നാനപ്പെടുത്തി. ദൈവത്തിന്റെ കരുണയാൽ ഞാൻ പറയട്ടെ, ഒന്നും നിങ്ങൾക്ക് അസാധ്യമല്ല. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും സകല ശക്തികളെയും തകർക്കുവാനുള്ള അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ നൽകിയിട്ടുണ്ട്. ഞാൻ അതിനോട് ബന്ധപ്പെട്ട് എനിക്ക് പല പ്രാവശ്യം പിന്നെ പൈശാചിക ബാധകൾ നേരിട്ട് കാണുവാനും അതിനെ പ്രാർത്ഥിച്ച് ഒഴിവാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കൽ ദൈവം നമുക്കൊരു കൃപ തന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കുക. പ്രിയ സഹോദരന്മാർ, മാതാപിതാക്കൾ, ഞാൻ പറയട്ടെ, എനിക്ക് ഒരാൾക്കോ വേറെ കുറെ പാസ്റ്റർമാർക്കോ അല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം ഈ കൃപ തന്നിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല നമ്മളിൽ കൂടിയിരിക്കുന്ന ദൈവശക്തി. ഒരു രോഗി നമ്മുടെ അടുത്ത് വന്നാൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി വന്നാൽ, അല്ലെങ്കിൽ പൈശാചിക ബാധയുള്ള ഒരു വ്യക്തി വന്നാൽ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കോൺഫിഡൻസ് ആദ്യമേ നമുക്കുണ്ടാകും. അതായത്, ഞാൻ പ്രാർത്ഥിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവനാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കും. അപ്പൊ ചോദിക്കും, പ്രാഗൽഭ്യം ആർക്കാ ഉള്ളത്? ആർക്കും പ്രാഗൽഭ്യം പറയാനില്ല. കർത്താവ് ഒരുവന് മാത്രമേ പ്രാഗൽഭ്യമുള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് പ്രാഗൽഭ്യമില്ലെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവെ, എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി ബലഹീനതകളുണ്ട്, ഒത്തിരി പാപങ്ങളുണ്ട്. അത് നാം ഒരു ശുശ്രൂഷയ്ക്ക് ചെല്ലുന്നതിന് മുമ്പ് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം അതിലേക്ക് കടന്നു പോകാൻ. അല്ല, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടും സ്വന്തം ബലം കൊണ്ടും എന്നെ കൊണ്ട് കഴിയും, ഇന്നലകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കിപ്പോഴും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുള്ള പോവല്ല. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച്, കർത്താവെ, എനിക്ക് മുൻപായി നീ കടന്നു പോകണം, അങ്ങ് ദൂതന്മാരെ അയക്കണം എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു പോകും. അപ്പോൾ അവിടെ അത്ഭുതം. ഞാൻ ഓർത്തൊന്നും, ഞാൻ അവിടെ ഖത്തറില് എൻ്റെ ചർച്ചിലുള്ള ഒരു സിസ്റ്റർ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരി, ഞാൻ പേര് പറയുന്നില്ല, അവൾക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല, ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 3 ആഴ്ചയായി അവള് അല്പമെങ്കിലും ഉറങ്ങിയിട്ട്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അവൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ഹോസ്റ്റൽ. രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ആ കർട്ടൻ്റെ അവിടെ ചില രൂപങ്ങൾ പ്രത്യക്ഷപ്പെടും. അത് നഗ്ന രൂപങ്ങളായി പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ നിന്ന് ഡാൻസ് ചെയ്യും. ഞാൻ പറഞ്ഞു, എന്തായി പറയുന്നത്? രാത്രിയില് 5ാം നിലയിലെ 6ാം നിലയുടെ ഒക്കെ വിൻഡോയുടെ ബാക്കിൽ
ആര് കയറി വന്ന് ഡാൻസ് ചെയ്യാൻ? അതൊന്നും അങ്ങനെ സംഭവിക്കുന്നതല്ല, നിങ്ങൾക്ക് തോന്നുന്നതാ. അല്ല പാസ്റ്ററെ, ഞങ്ങള് ഒന്നല്ല എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഭയം മൂത്ത് ഇവര് 3 പേരാണ് ഓരോ റൂമിൽ താമസിക്കുന്നത്. ആ 3 പേരും കൂടെ ഒന്നിച്ച് ഒരു റൂമിൽ കിടന്നു. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിലും കണ്ടു. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ രൂപം കാണുമ്പോൾ രാത്രി ഏത് സമയമായാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ, അതിനെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ടെലിഫോൺ എടുക്കാനും ഒന്നും ഉള്ള ശക്തി ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മേട്ടനോട് ഇത് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരി ഒരു സമുദായക്കാരിയാ. പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പെന്തക്കോസ് ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതും അനുഭവിക്കുന്നതും. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്ന്. എന്നിട്ട് ആ സഹോദരി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു ദിവസം ഇന്ന് ഞാനും നിങ്ങളുടെ കൂടെ കിടക്കാം, അങ്ങനെ നിങ്ങൾ പറയാൻ ശരിയാണെങ്കിൽ എനിക്കും ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അവര് ഇവരുടെ കൂടെ കിടന്നു. അതേ റൂമിൽ രാത്രി ആയി. ഒരു 12:30 ആയപ്പോൾ ഒരു ശബ്ദം കേട്ടു. അവര് കർട്ടൻ്റെ അവിടേക്ക് നോക്കിയപ്പോൾ ഒരു 3 രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഈ സ്ത്രീ അടക്കം എല്ലാവരും ഭയന്ന് വിറച്ച് നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അതിനകത്ത് ഒരു സിസ്റ്റർ ടെലിഫോൺ എടുത്തിട്ട് എന്നെ വിളിച്ചു. എൻ്റെ ലാൻഡ് ഫോൺ അടിച്ചു. ഞാൻ ഫോൺ കയ്യിലെടുക്കുമ്പോൾ മറുഭാഗത്ത് ഒരു ശബ്ദവുമില്ല. ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പൊ വളരെ പതുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു, പാസ്റ്ററുകളെ, ഞാൻ ആ രൂപം പ്രത്യക്ഷപ്പെടുന്നു, ഞങ്ങൾ എല്ലാവരും കൊണ്ട് ഭയന്ന് വിറച്ചിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഭാഗത്തേക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിന്റെ അവിടേക്കൊന്ന് കൈ നീട്ടാൻ. അപ്പോൾ ഇവരെന്ത് ശ്രമിച്ചിട്ടും അവർക്ക് കൈ പൊങ്ങുന്നില്ല, ശബ്ദം വരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ടെലിഫോൺ കട്ട് ചെയ്യരുത്, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കണം, എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കെട്ടുകഥ പറയുകയല്ല. ഞാൻ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇന്ന് വരെ ഈ ടെസ്റ്റ് മണി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇന്ന് വരെ എൻ്റെ ശുശ്രൂഷകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇത് ദൈവത്താൽ തുറന്നു കിട്ടിയ ഒരവസരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 2016 എൻ്റെ ചർച്ചിൽ എന്നെ വിളിച്ചിട്ട് പവർ വിഷന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ ചർച്ചിൽ കുറേ അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഒരു പവർ വിഷന്റെ ഒരു ടീം ഇങ്ങോട്ട് വരുന്നുണ്ട്, പാസ്റ്റർക്ക് ഒരു മണിക്കൂർ അഭിമുഖത്തിനുള്ള സമയം തരാമെന്ന്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിന്നെ ഉയർത്തുവാനല്ല, എന്നെ ഉയർത്തുവാനാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം പ്രഭാതത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എന്തായി പറയുന്നത്? ഒരു പാട്ട് പാടാൻ ചിറിയൊന്ന് നനക്കുന്നതിന് ഞങ്ങൾ 5000 8,000 ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് 4-5 പേര് വരുന്നുണ്ട്, അവർ ക്യാമറയും എൻ്റെ ഫുൾ സെറ്റപ്പുമായിട്ടാണ് വരുന്നത്. പാസ്റ്റർക്ക് പറ്റുമെങ്കിൽ ഒരു ചായ കൊടുത്താൽ മാത്രം മതി, ഒരു പൈസയും പ്രതിഫലം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തോ എനിക്ക് അതിന് ദൈവം അങ്ങോട്ട് അനുവാദം തരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2021 ഞാൻ കോവിഡായിട്ട് ഭവനത്തിൽ ചില മാസങ്ങൾ ഇരിക്കുമ്പോൾ എൻ്റെ ശുശ്രൂഷയിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് പേർക്ക് വിടുതൽ കിട്ടുവാൻ കാരണമായി തീർന്ന അഹമ്മദ് ഹോസ്പിറ്റലിലെ ഒരു സീനിയർ സ്റ്റാഫായിരിക്കുന്ന സിസ്റ്റർ സോഫിയ പോളർ നിരന്തരം എന്നെ നിർബന്ധിച്ചൊരു പുസ്തകം എഴുതുവാൻ. അങ്ങനെ ആ പുസ്തകം ഞാൻ എഴുതാൻ ആദ്യം മടി കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത്, പാസ്റ്റർക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞ 69 വയസ്സുണ്ട്. ഓക്കെ, കൂടി വന്നാൽ ഒരു 10 വർഷം അല്ലെ 15 വർഷം പാസ്റ്റർക്ക് കിട്ടും. അത് കഴിഞ്ഞ് ദൈവം ചെയ്ത ഈ അത്ഭുതങ്ങൾ ലോകം അറിയണ്ട. ഇത്
കേൾക്കുന്നവർക്ക് വിശ്വാസം വർദ്ധിക്കത്തില്ലേ? ദൈവം ഇന്നും ഇങ്ങനെ ചെയ്യും എന്നുള്ളത് ലോകം അറിയേണ്ടത് അത്യാവശ്യമല്ലേ? അതുകൊണ്ട് ഒരു പുസ്തകം എഴുതണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആണ് ഞാൻ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതുവാനും അത് എക്സൽ മിനിസ്ട്രീസ് ആണ് പബ്ലിഷ് ചെയ്യുവാനായി ഇടയായത്. അതിൻ്റെ കോപ്പികൾ എല്ലാം തന്നെ തീർന്ന് ഇനിയും 4 ബുക്ക് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരുപാട് കുഞ്ഞുങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ അന്യ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അത് വീണ്ടും പ്രിന്റ് ചെയ്യണമെന്ന് ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അങ്ങനെ എന്നെ പ്രസിദ്ധമാക്കുവാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് അവർ പറയുക, പാസ്റ്ററെ, ആ നിഴൽ അങ്ങോട്ട് നീങ്ങി 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 പോകുന്നു. സ്തോത്രം. പ്രിയരെ, നമ്മുടെ മേൽ ദൈവം പകർന്ന ഒരു അഭിഷേകമുണ്ട്. ഒരു ശക്തിക്കും നമ്മെ ആക്രമിക്കുവാൻ കഴിയില്ല. ഒരു പിശാചിനും കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുവാൻ ശക്തിയില്ല. കാരണം അവൻ്റെ തലയെ അടിച്ച് തകർത്തവനാണ് നമ്മുടെ യേശു ക്രിസ്തു. അതുകൊണ്ട് നമുക്ക് ആ അഭിഷേകം തന്നിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കോന്നിയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു കൺവെൻഷൻ പാട്ടുകൾ ഇങ്ങനെ ആരംഭിച്ചു. കുറെ പാസ്റ്റർമാർ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. ഞാൻ ചെന്ന് ആ പാട്ടുകൾ ആരംഭിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ മുടി അഴിച്ചിട്ടിട്ട് ആ പന്തലിന് ചുറ്റും നടന്ന് ഡാൻസ് ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മുന്നിൽ നേരത്തെയുള്ള ഈ 2 അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തോ ഇതിനോട് ഒരു 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 ആവേശം തോന്നി ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ ആ സ്റ്റേജിൽ ഇരുന്ന 1-2 ദൈവദാസന്മാരോട് ചോദിച്ചു, പാസ്റ്ററെ ഒന്ന് വരാമോ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ആവശ്യമില്ലാത്ത പണിക്കൊന്നും കൈ കടത്തരുത്, ഇതൊക്കെ അപകടകരമാണ്. ഞാൻ പറഞ്ഞു, എന്തപകടം? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ തക്ക അധികാരം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് നമ്മൾ പോയി പ്രാർത്ഥിക്കാം. വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കേണ്ട വാസന. ഞാൻ അവിടെ കുറച്ചു സമയം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വേറൊരു ദൈവദാസന് ആ മൂലക്കിരിപ്പുണ്ട്. ഞാനിങ്ങനെ അദ്ദേഹത്തെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, പാസ്റ്ററോട് വരാമോ ചോദിച്ചു. ഞാൻ വരാം പാസ്റ്റർ. ഞാൻ അവിടെ ചെന്നു. സ്റ്റേജിന്റെ മുൻവശത്താണ്. അപ്പൊ ഇവരിങ്ങനെ പാട്ടും അന്തരീക്ഷം എല്ലാം കോലാഹലമാക്കുക. ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ മുടിയെല്ലാം അടിച്ചിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ ഡാൻസ് ചെയ്ത് ഇങ്ങനെ പോരുക. അവിടെ മുന്നിൽ വന്നപ്പം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അവര് നോക്കിയില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്ന ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. വരാൻ പറയല്ലോ. അവരൊരു ആട്ടുംകുട്ടി വരുന്നത് പോലെ ഞങ്ങളുടെ കൂടെ വന്നു. പാസ്റ്ററുടെ പാസേജ് തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ ആ റൂമിനകത്തോട് കയറ്റിയിട്ട് തലയെ കൈവച്ചേച്ച് പറഞ്ഞു, ഇവിടെ ഇരുന്ന് വേണം അനങ്ങിപ്പോയേക്കരുത്. സ്തോത്രം. അവരെ അതിനകത്തിട്ട് ഞങ്ങള് കഥ അടച്ചിട്ട് പോകും. അടുത്ത പ്രഭാതത്തിൽ എനിക്ക് ആ ചർച്ചിൽ മീറ്റിംഗ് ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പം ഈ തലേ ദിവസത്തെ ആള് അന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങി, പാട്ടങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തെ ഒരു കീന്നൊരു ഒച്ച എടുത്തുകൊണ്ട് ഒന്ന് അലറാൻ തുടങ്ങി. തലയിലോട്ട് കവിച്ചിട്ട്, യേശുവിൻ്റെ നാമത്തിൽ അമർച്ചയായി കൽപ്പിക്കുന്ന അനങ്ങിപ്പോകരുത്. അന്ന് പകൽക്കാലം ഞാൻ പിന്നീട് ആ പാസ്റ്ററെ വിളിച്ച് ചോദിച്ചു, ആ പിശാച് വിട്ടുപോയി. ഒരിക്കൽ പോലും പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സ്തോത്രം. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ പിശാചിനെ കുറിച്ച് പറയുമ്പം ഇന്ന് നമ്മൾ പിശാചിനെ കുറിച്ച് പറയാനല്ല, ദൈവത്തിൻ്റെ അത്ഭുതം. പക്ഷേ പിശാചിനെ നമുക്ക് നമ്മുടെ കാൽ കീഴിൽ ദൈവമാക്കി തന്നിരിക്കുക. അതുകൊണ്ട് ഈ പിശാചിനെ ഭയപ്പെടേണ്ട, ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് എന്ന് അർത്ഥമാക്കാൻ വേണ്ടിയാണ് ഞാനിത് വിശദീകരിക്കുന്നത്. അല്ലാതെ പിശാചിനെ ഇന്ന് രാവിലെ തൊട്ട് ഉയർത്തി കാണിക്കാനല്ല. എൻ്റെ ഒരു കസിൻ കോന്നിക്കടുത്ത മാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസമുണ്ട്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ അയലോക്കത്ത് ഹിന്ദുക്കളായ ഒരു കൂട്ടം ആൾക്കാർ താമസിക്കാനായി വന്നു. അവര് നല്ല ആൾക്കാരാ, പാവങ്ങളാ. അവർക്കൊരു വലിയ വിഷയമുണ്ട്. എന്താ, അവർക്ക് കുറച്ച് കോഴിയുണ്ട്, ഒരു 10-4 കോഴിയുണ്ട്.
ഈ കോഴി ഓരോ ദിവസവും 10ഉം 15 വെച്ച് ചത്തോണ്ടിരിക്കും. മാത്രമല്ല, അവർ താമസിക്കുന്ന ആ വീട്ടിൽ 2 ദുർമരണങ്ങൾ നടന്ന ആ വീട്ടിലെ പിതാവും അവിടുത്തെ മകനും തൂങ്ങിച്ചത്തതാണ്. രാത്രിയാകുമ്പോൾ ചെങ്ങലയുടെ കിലുക്കവും കബോർഡ് മറിക്കുന്ന ശബ്ദവും പാത്രങ്ങൾ കിലുങ്ങുന്നതും വല്ലാത്ത ഒച്ചപ്പാടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അവരിങ്ങനെ പറഞ്ഞു, പണ്ടവര് വടശ്ശേരിക്കരയ്ക്കടുത്തൊരിടത്ത് താമസിക്കുമ്പോൾ ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഒരു ദൈവദാസൻ അതിലെ വന്ന് കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുവാനിടയായി. അപ്പോൾ അവർ ചോദിച്ചു, ആരെങ്കിലും പെന്തക്കോസ് പാസ്റ്റർമാരുണ്ടോ, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു കസിനുണ്ട് എന്ന് പറഞ്ഞു നോക്കട്ടെ. അവർ പറഞ്ഞു അവർക്ക് സന്തോഷം, വരാമെങ്കിൽ ഉപകാരമാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ചില മിനിറ്റുകൾ അവരോട് സുവിശേഷം പറഞ്ഞു. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കണം. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. അന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ അവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അതിനുശേഷം കുറച്ച് വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് കൊടുത്തു. ആ രാത്രിയിൽ അവരുടെ ആ വിഷയം അവിടെ തീർന്നു. അതിനുശേഷം അവർ സന്തോഷത്തോടുകൂടി അനവധി മാസങ്ങൾ, ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ്, ഇതുവരെയും പിന്നീട് പ്രോബ്ലം ഉണ്ടായതായി ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല. ഏത് വിഷയത്തിൽ നാം ഭാരപ്പെടുന്നോ ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കും. കഴിഞ്ഞ രാത്രിയിൽ ഒരു സഹോദരൻ നാട്ടിൽ തന്നെ വിളിച്ചു. അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുന്ന സഹോദരനാണ്. ആ ബിസിനസ്സിൽ അദ്ദേഹം ഒരു പെന്തക്കോസ് സഭയിൽ ആരാധിക്കുന്ന ഒരു ദൈവദാസന. എൻ്റെ ടെസ്റ്റ് മണിയുടെ ആദ്യത്തെ ദിവസം അദ്ദേഹം കേട്ടു. അത് കേട്ടിട്ടാണ് വിളിക്കുന്നത് എന്നോട് പറയുവാനിടയായി. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആസാദി TV ചാനലിൽ കൂടി അവരാവശ്യപ്പെട്ട അനുസരിച്ച് എൻ്റെ ടെസ്റ്റ് മണി പറഞ്ഞു, ഒരുപാട് പേരെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. ദൈവം ഒത്തിരി പേർക്ക് വിടുതൽ കൊടുത്തു. കർത്താവിന് മഹത്വം. ഈ ബിസിനസ്സുകാരനായ സഹോദരനോട് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് പകൽക്കാലവും ഈ TV പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നുണ്ട്. ഡാളസിൽ നിന്നുള്ള റേഡിയോ പ്രോഗ്രാമിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് സമയം കുറവായിരുന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, രാവിലെ നിങ്ങൾ ഈ റേഡിയോ പ്രോഗ്രാമിൽ ഒന്ന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് തകർച്ച ഉണ്ടായതുപോലെ തന്നെ എനിക്ക് ബിസിനസ് തകർച്ച ഉണ്ടായി. ദൈവം എങ്ങനെ എന്നെ അതിൽ നിന്ന് വിടുവിച്ചു എന്ന് ഞാൻ സാക്ഷ്യം പറയാം എന്ന് പറയുവാനിടയായി. അതുകൊണ്ട് ഞാൻ മറ്റുള്ള പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടാണെങ്കിലും ശരി, അത് പറയുവാൻ സമയമെടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ഞാൻ അവിടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നല്ല കുഴപ്പമില്ലാത്തൊരു ജോലി ചെയ്യുകയായിരുന്നു. 22 വർഷം ജോലി ചെയ്തു. 2000 ഞാൻ എൻ്റെ ബിസിനസ് ആരംഭിച്ചു. വളരെ ദൈവത്താൽ അത് ക്രമീകരിക്കപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ പ്രാരംഭ നാളുകളിലൊക്കെ സുവിശേഷ വേലയ്ക്കും ദൈവസഭയുടെ കെട്ടുറപ്പിനും പണിക്കും ഒക്കെ അത് വളരെ അത്യാവശ്യമായതുകൊണ്ട് സ്തോത്രം, അത് ഫ്ലറിഷ് ആകുവാനായി ഇടയായി. എന്നാൽ 2010 ദുബൈ ബേസ്ഡ് ഒരു കമ്പനി വന്നിട്ട് എൻ്റെ കമ്പനി അടക്കം ഒരു 48 കമ്പനിയിൽ നിന്ന് ഏതാണ്ട് 60-65 മില്യൺ ഖത്തറി റിയാൽസിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. അവര് PDC തന്നു, ചെക്ക് തന്നു. എല്ലാ കമ്പനിക്കും ഒരു മാസത്തെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് തന്ന് സാധനം വാങ്ങിച്ചു. അവര് അതിവിദഗ്ധമായി കടന്നു. എനിക്കും ഉണ്ടായിരുന്ന ഏതാണ്ട് ഒരു 4 മില്യൺ ഖത്തർ റിയാല് എൻ്റേതും നഷ്ടപ്പെടുവാൻ ഇടയായി. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വയലാർ രവിയും നമ്മുടെ AK ആന്റണിയും ഒക്കെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അവർക്കൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുക്കുകയും ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നു. ഞങ്ങൾ പ്രൈവറ്റായിട്ട് ഒക്കെ അന്വേഷിച്ചു. പക്ഷേ ഒരു എത്തും പിടിയും വന്നില്ല. കോർട്ടിൽ നിന്ന് വിധി വന്നു, ഇവർക്ക് പൈസ നഷ്ടപ്പെട്ടു, ഈ പൈസ കൊടുക്കണമെന്ന്.
പക്ഷേ അത് പൈസ കൊണ്ടുപോയി ആരെയും പിടിക്കുവാനായിട്ടൊന്നും കഴിഞ്ഞില്ല. ഞാൻ പറയാൻ വരുന്നത്, ഈ സാഹചര്യത്തിൽ ഞാൻ വളരെ വളരെ ഞെരുങ്ങിയ ഒരവസ്ഥയിൽ കൂടി കടന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു അഹങ്കാരം പറയുകയല്ല, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ കൃപയാൽ ഇതുവരെയും പൈസ ആരോട് കടം വാങ്ങിക്കുവാൻ എനിക്ക് ദൈവം ഇടയാക്കിയിട്ടില്ല. അത് എപ്പോൾ എനിക്ക് ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ദൈവം വഴികളെ തുറന്ന് എന്നെ അനുഗ്രഹിക്കും. ഏലിയാവ് പറഞ്ഞപ്പോൾ 3.5 വർഷം മഴ പെയ്യാതിരുന്നു, പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു എന്ന് പറയുമ്പോൾ, ഈ 3.5 വർഷം ഏലിയാവിനെ എങ്ങനെ പോറ്റി പുലർത്തിയോ, കാക്കയ്ക്ക് ഓർഡർ കൊടുത്ത് കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടുക്കുകയും കെരീത്ത് തോട്ടിൽ നിന്ന് കുടിക്കാൻ വെള്ളവും കൊടുത്ത ആ ദൈവത്തിന്റെ കരം എൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 3.5 വർഷക്കാലം എടുത്തു എൻ്റെ ഈ കടം ഏകദേശം ഒന്ന് ക്ലിയർ ചെയ്യുവാൻ. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഓർക്കണം, എനിക്ക് അനേക കമ്പനിയിൽ നിന്ന് കാശ് കിട്ടാനുണ്ട്. കാരണം ഖത്തറിൽ ഉള്ള പ്രിയപ്പെട്ടവർക്കറിയാം, അവിടെ ക്രെഡിറ്റ് ബിസിനസ് ആണ് കൂടുതൽ നടക്കുന്നത്. 8 മാസം 6 മാസം 10 മാസമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ ചെക്ക് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ 3.5 വർഷം, ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, 5 പ്രാവശ്യമല്ല, എനിക്ക് 20,000 രൂപ വേണമെങ്കിൽ തലേ ദിവസം 22,000 രൂപ കിട്ടും. എനിക്ക് 40,000 രൂപ വേണമെങ്കിൽ തലേ ദിവസം 43,000 രൂപ കിട്ടും. എനിക്ക് 60,000 രൂപ വേണമെങ്കിൽ 65,000 രൂപയുടെ ചെക്ക് തലേ ദിവസം കിട്ടും. പല കമ്പനികളും കയറി നടന്ന് ചെരുപ്പ് തേഞ്ഞാലും കിട്ടാത്ത കമ്പനികൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും, സർ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, വൺ ഓഫ് യുവർ ചെക്ക് ഈസ് റെഡി, പ്ലീസ് സെൻഡ് സംവൺ ആൻഡ് കളക്ട്. സ്തോത്രം. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ദൈവത്തിന്റെ അത്ഭുതം ഇന്നും നിന്നു പോയിട്ടില്ല. ഒരു ഏലിയാവിനെ കാക്കയെ കൊണ്ട് ദൈവം പോഷിപ്പിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ ഇന്നും ദൈവത്തിന് അതിന് ശക്തിയുണ്ട്, ദൈവത്തിന് അത് കഴിയും. 3.5 വർഷം എനിക്ക് പല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒരു ചർച്ചിൽ ഒരു മീറ്റിങ്ങിന് പോലും, ആഴ്ചയിൽ 3 മീറ്റിംഗ് 4 മീറ്റിംഗ് ഉണ്ട്. സ്തോത്രം. ഞായറാഴ്ചയുണ്ട് മീറ്റിംഗ്, ബുധനാഴ്ചയുണ്ട് മീറ്റിംഗ്, വെള്ളിയാഴ്ചയുണ്ട് മീറ്റിംഗ്, വ്യാഴാഴ്ച ഇന്റർസെഷൻ ഉണ്ട്. ഈ മീറ്റിങ്ങിൽ ഒന്നും സമ്മതിക്കാതിരുന്നിട്ടില്ല. ഞാൻ ദൈവത്തോട് ചെയ്ത ഒരു ഉടമ്പടി, എനിക്ക് ബിസിനസ് വർദ്ധിച്ചാലും ഇല്ലെങ്കിലും, ബിസിനസ് പോയാലും കിട്ടിയാലും ദൈവത്തിന് കൊടുക്കേണ്ട സമയം ഞാൻ കൊടുത്തിരിക്കും. പിന്നെ ഒരു മനുഷ്യന്റെ മുന്നിലും ഞാൻ അയ്യോ ഇല്ല, ഈ ദൈവത്തെ കണ്ടതുകൊണ്ട് ഞാൻ ദാരിദ്ര്യവാസിയായി പോയി, ഞാൻ കടക്കാരനായി പോയി, എനിക്ക് ആമേൻ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് ആവലാതിപ്പെടത്തില്ല. എൻ്റെ ദൈവത്തോട് നിങ്ങൾ ആ തീരുമാനം ഒന്ന് എടുത്ത് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ മാനിക്കും. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. ഇന്ന് നമ്മുടെ ആത്മീയ കോളത്തിൽ എന്താ, നമ്മളൊക്കെ വർഷങ്ങളായി വിശ്വാസത്തിൽ ഇറങ്ങി, ആ അഭിഷേകം ഉണ്ടെന്ന് പറയും, സ്നാനപ്പെട്ടെന്ന് പറയും, ഒക്കെ ശരിയാ. പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കിയാൽ ലോക മനുഷ്യനില്ലാത്ത നിരാശയും ആവലാതിയും പെറുപെറുപ്പും ബുദ്ധിമുട്ടുകളുമാണ്. കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ദൈവമോ അവൻ തന്റെ സ്ഥാനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറ്റിത്തരും, ഭാഗികമായിട്ടല്ല. പ്രിയരെ, 3.5 വർഷക്കാലം അത്ഭുതകരമായി ദൈവം നടത്തി. ആരാധനയ്ക്ക് കുറവ് വന്നില്ല, പ്രസംഗത്തിന് കുറവ് വന്നില്ല, പാട്ടിന് കുറവ് വന്നില്ല, മുഖത്ത് നിരാശ ബാധിച്ചില്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പലരും അറിയത്, പാസ്റ്റർ ഇത്രയും ബുദ്ധിമുട്ടിൽ കൂടാണോ പാസ്റ്റർ പോയി? ഞങ്ങൾക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. മനസ്സിലാക്കാൻ കഴിയരുത്. നിന്റെ ബുദ്ധിമുട്ട് ദൈവത്തോട് പറ. ദൈവം നിന്റെ ബുദ്ധിമുട്ട് കർത്താവ് തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി മാറ്റിത്തരും. അന്ന് ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം വ്യാഴാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എടോ, അടുത്ത ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ചയാണ് ഫസ്റ്റ് വർക്കിംഗ് ഡേ. ഞായറാഴ്ച രാവിലെ 6 ചെക്കുകൾ, 6 നല്ല
റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെ വരും, ബാങ്കിൽ വരും. 48,600 റിയാൽ, 48,600 റിയാൽസ് വേണം 6 ചെക്കിന്. എൻ്റെ ബാങ്കിൽ കിടക്കുന്ന തുക 6,000 രൂപയാണ്. 6,000 രൂപ ബാങ്കിൽ കിടക്കുന്നത് എനിക്ക് 48,600 റിയാൽ വേണം 2 ദിവസം കഴിയുമ്പോൾ. അപ്പം വ്യാഴാഴ്ചത്തെ പ്രയർ കഴിഞ്ഞു, വളരെ കൂളായിട്ട് ആരാധിച്ചു. വെള്ളിയാഴ്ചത്തെ ആരാധന കഴിഞ്ഞു, വൈകിട്ടായി, കൂളായി പോയി. ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു ഞാനും എൻ്റെ വൈഫും കൂടെ അല്പം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എടോ, ഇന്ന് നേരം വെളുത്ത് കഴിയുമ്പോൾ നാളെ രാവിലെ 6 ചെക്ക് ബാങ്കിൽ വരും. ഒരു ചെക്കായിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞ് ഹോൾഡ് ചെയ്യിക്കായിരുന്നു. 6 ചെക്ക് ഒരുപോലെ വന്നാൽ ക്രെഡിറ്റിന് പോലും ഇനിയും ആൾക്കാർ സാധനം തരത്തില്ല. എന്തു ചെയ്യും? പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇതുവരെ ദൈവം നമ്മെ കരുതിയില്ലേ, ഇതുവരെ ദൈവം നടത്തിയില്ലേ, ആ ദൈവം കരുതും. ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയരോട് പറയുന്നു, ഇന്നലെ വരെ എന്നെയും നിങ്ങളെയും കരുതിയ ദൈവം നാളെയും നിങ്ങൾക്ക് വേണ്ടി കരുതും. യഹോവ ഇരേ. ദൈവം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ദൈവം കരുതുന്ന ദൈവമാണ്. നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിച്ചെന്ന്? ഞങ്ങൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റും ഒരു ടെലിഫോണിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ എണീറ്റ്. ടെലിഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങേ തലയ്ക്കുന്ന ഒരു സഹോദരി എന്നോട് ചോദിക്കുക, പാസ്റ്റർ അവിടെ ഉണ്ടോ? അപ്പം അനേക പ്രാവശ്യം അവരുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ അനേക പ്രാവശ്യം എന്നോട് പണം കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. വളരെ അടുപ്പമുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും വാങ്ങിച്ചാൽ കറക്റ്റായിട്ട് കൊണ്ട് തരുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് എനിക്ക് അവരോട് കടം വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. എന്നാൽ അന്ന് സന്ധ്യാവേളയിൽ ഈ സഹോദരി ടെലിഫോണിൽ വിളിച്ചിട്ടുണ്ട്, എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്ററെ, എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ഒന്ന് സൂക്ഷിക്കും. പ്രിയരെ, നിന്റെ വേദന, നിന്റെ കണ്ണുനീർ, നിന്റെ ആവശ്യം ലോകത്തിനറിയത്തില്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ മതി. ദൈവം ആ വിഷയത്തിൻ്റെ മേൽ ഒരു പ്രതിവിധി ഉണ്ടാക്കും. ചില മിനിറ്റ് ഞാൻ സ്തബ്ധനായി പോയിരുന്നു. എത്രയുണ്ടെന്ന് ഞാൻ ചോദിച്ചില്ല, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 1000 റിയാൽ അന്നേരം കിട്ടിയ അതൊരു വലിയ എമൗണ്ടാണ്. ഞാൻ ആ സഹോദരോട് ഇങ്ങനെ ചോദിച്ചു, ഈ പൈസ എവിടുന്ന് കിട്ടി? അവര് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് അച്ഛന് കുറെ സെറ്റിൽമെന്റ് കിട്ടി, ഞങ്ങൾ ഈ പ്രാവശ്യം ലീവ് പോകുന്നില്ല, പുള്ളിയുടെ കുറെ ബോണസും അതൊക്കെ കിട്ടി, എൻ്റെ സാലറി കിട്ടി, എനിക്കൊരു 3 മാസം കഴിഞ്ഞിട്ട് ഈ പൈസയുടെ ആവശ്യമുള്ളൂ. അപ്പം എൻ്റെ മോന് ഫീസ് കൊടുക്കണം, വേറെ ചില കാര്യങ്ങളുമുണ്ട്. എൻ്റെ കയ്യിൽ ഈ പൈസ ഇരുന്നാൽ അങ്ങ് ചിലവാകും. പാസ്റ്റർ ആവുമ്പം എപ്പോൾ ചോദിച്ചാലും കിട്ടുമല്ലോ, അതുകൊണ്ട് ഈ പൈസ ഒന്ന് സൂക്ഷിക്കണം. ഞാൻ അപ്പോഴും ചോദിക്കുന്നില്ല എത്ര പൈസ ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചൊരു മലയാളിയല്ലേ, കൂടി വന്നാൽ 5,000 10,000 രൂപ അങ്ങേ അറ്റം, അത് കൂടുതൽ അവിടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വെളിയിലേക്ക് പോകുന്നുണ്ട്, അതിൽ വന്ന പാസ്റ്റർ ഉണ്ടോ? ഞാൻ പറഞ്ഞുണ്ടോ. എന്നാൽ ഞങ്ങളുടെ 10 മിനിറ്റ് അതിലേ വരാം, ഞങ്ങൾക്ക് വേറൊരിടത്ത് പോകേണ്ടതുണ്ട്, അവിടെ വന്നിട്ട് ജസ്റ്റ് പോകാമെന്ന്. ഞാൻ പറഞ്ഞു ശരി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവര് എൻ്റെ മെയിൻ ഡോറിൽ വന്ന് ബെല്ലടിച്ചു. കതക് തുറന്ന് അകത്ത് വന്നു, ഒരു ചായ ഒന്നിച്ച് കുടിച്ചു. പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ അത്യാവശ്യമായിട്ട് പോകണ്ടെന്ന് പറഞ്ഞു ഒരു ബ്രൗൺ കവർ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അപ്പോഴും തുറന്നു നോക്കുന്നില്ല. ഇവരെ ഗേറ്റിന് അവിടെ കൊണ്ടുപോയി യാത്ര അയച്ചിട്ട് തിരിച്ചു വന്ന് ഞാൻ ഈ കവർ തുറന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പ്രിയരെ, 50,000 റിയാൽ. ക്യാൻ യു ബിലീവ് ഇറ്റ്? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നിങ്ങളുടെ ആവശ്യം ദൈവത്തോട് പറ. മറ്റുള്ളവരുടെ മുൻപാകെ നിങ്ങൾ ആവലാതിപ്പെടാതെ, മറ്റുള്ളവരുടെ മുൻപാകെ ദൈവത്തെ താഴ്ത്തിക്കെട്ടാതെ, എൻ്റെ കർത്താവ് ഉയർത്തുമെന്ന് നിങ്ങൾ പറ. എൻ്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണ്. എനിക്ക് വേണ്ടത് 48,600 രൂപയാണെങ്കിൽ എൻ്റെ ദൈവം തന്നത് എത്രയാണെന്നറിയാമോ? 50,000 രൂപ.
ആമീൻ. ആരാണ് അവരോട് പറഞ്ഞത് കൊണ്ടുതരാൻ? എനിക്ക് പൈസ ആവശ്യമുണ്ടെന്ന് ആര് അവരോട് പറഞ്ഞു? ഞാൻ ചോദിച്ചു. ഇല്ല. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഒന്നുമില്ല. ഏത് വിഷയത്തിന്റെ മേൽ നിങ്ങൾ ഭാരപ്പെടുന്നു? ഞാൻ അനവധി സന്ദർഭത്തിൽ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്. ജോലിയിൽ പൊടുന്നനവെ ടെർമിനേഷൻ കിട്ടി ഭാരപ്പെടുന്ന വ്യക്തികൾ. എൻ്റെ ചർച്ചിൽ സെക്രട്ടറിയായി അനേക വർഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, ആ സഹോദരന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകള് ഉക്രൈനിൽ മെഡിസിൻ പഠിക്കുകയാണ്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, അദ്ദേഹം ജോലി ചെയ്ത ഒരു അക്കൗണ്ട്സ് മാനേജറായിട്ടാണ്, ഒരു വലിയ കമ്പനിയിലാണ്. 10-60,000 പേര് ജോലി ചെയ്യുന്നൊരു കമ്പനിയാണ്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് പേരെ വിട്ടുകൊണ്ടിരിക്കുക. ഒരു 20,000 പേരുടെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സീനിയർ സ്റ്റാഫിനെ ഒക്കെ വിടാൻ സാധ്യതയുണ്ട്. ഇന്നല്ലെങ്കിൽ കുറേ ദിവസത്തിനുള്ളിൽ നമുക്കും ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, ശരി, പ്രാർത്ഥിക്കാം. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ മോടെ പഠിത്തം ഒന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 20,000 പേരെ ലിസ്റ്റ് വന്നു. അത് കഴിഞ്ഞൊരു 10-12,000 പേരെ വന്നു. അത് കഴിഞ്ഞ് സീനിയർ സ്റ്റാഫിന്റെ ഒരു 10-60 പേരെ ലിസ്റ്റ് വന്ന കൂട്ടത്തിൽ ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ സംശയിച്ചതുപോലെ എൻ്റെ പേരും ഈ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബദറെ, സാരമില്ല, ബദർ ഒരു കാര്യം ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ എഴുതി നിങ്ങളുടെ മാനേജർക്ക് കൊടുക്കും. എൻ്റെ മകള് ഉക്രൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്, വണ്ടിക്ക് ലോണുണ്ട്, പല സാമ്പത്തികമായ ബാധ്യതകളുണ്ട്. എനിക്ക് ആ പഠിത്തം കംപ്ലീറ്റ് ആകുന്നതിന് വരെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു നിങ്ങളൊരു ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, 19,000 പേര് ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവിടെ കെട്ടുകണക്കിന് ആപ്ലിക്കേഷൻ ഓരോ ദിവസവും വരുന്നുണ്ട്. അത് നേരെ അവരെടുത്തിട്ട് ഡസ്റ്റ്ബിന്നകത്തോട്ട് അങ്ങ് ഇടുക. ആരും അത് തുറന്നു പോലും നോക്കാറില്ല. അതുകൊണ്ട് അതൊന്നും പറഞ്ഞാൽ അവിടെ വില പോകത്തില്ല. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പോ 27-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, 3 ദിവസം കൂടെ ഉള്ളിനി, 30-ാം തീയതി എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും ഉപവസിക്കാം, നിങ്ങൾ ഉപവസിക്കുക. 3 ദിവസം ഞങ്ങൾ ഉപവസിച്ചു. 28, 29, 2 ദിവസം. 29-ാം തീയതി രാത്രി 12:30 ഞാനൊരു ദർശനം കാണും. ഈ മനുഷ്യന്റെ ആമീൻ ടെർമിനേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഒരു ഇമെയിൽ സന്ദേശം കമ്പ്യൂട്ടറിൽ വരുന്നത് ഞാൻ കാണും. ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ബദറെ, നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മാനേജറെ കൊടുത്തിട്ട് നേരിട്ട് നിങ്ങളുടെ വിഷയം അദ്ദേഹത്തെ ധരിപ്പിക്കും. എൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ. എനിക്ക് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കിട്ടിയേ പറ്റൂ, സാറിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യവും ഉണ്ടാകത്തില്ല പാസ്റ്ററെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നിങ്ങളും ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇത് പറഞ്ഞു. അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം പറഞ്ഞു, ഞാൻ ഇതുവരെ ഇത്രയും പേര് പോകുന്നുണ്ട്, പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്, ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ ചെല്ലരുതെന്ന് എന്നോട് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, എങ്കിലും ഞാൻ നിന്റെ കാര്യത്തിന് വേണ്ടി ഒന്ന് പോയി സംസാരിക്കാമെന്ന്. അദ്ദേഹം പോയി ആപ്ലിക്കേഷൻ കൊടുത്തു. മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഡയറക്ടർ ഭയങ്കര ബിസിയാണ്, എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി അറിയിക്കുക. അടുത്ത ദിവസം പ്രഭാതമായി, 30-ാം തീയതി. 30-ാം തീയതി രാവിലെ ഞാൻ ഉപവാസത്തിലാണ്. 8:30 മണിക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ബദറെ, എന്തെങ്കിലും റിപ്ലൈ വന്നു? അദ്ദേഹം പറഞ്ഞു, ഒന്നും വന്നില്ല. 11 മണിയായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, ബദറെ, എന്തെങ്കിലും റിപ്ലൈ വന്നു? ഒന്നും വന്നില്ല. 3 മണിയായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചു, ബദറെ, എന്തെങ്കിലും റിപ്ലൈ കിട്ടിയോ? അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, ഇവിടെ ഒത്തിരി പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകും, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ശരി. അതിനുശേഷം ഞാൻ വിളിച്ചില്ല.
4:45 ഞാൻ ഈ സഹോദരനെ വിളിച്ചു ചോദിച്ചു, ബ്രദറെ എന്തെങ്കിലും റിപ്ലൈ വന്നു? കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പിന്നെയും പിന്നെയും ദൈവം ഞാൻ കണ്ട ദർശനം കാണും, എന്നെ കാണിക്കുക. ഞാൻ പറഞ്ഞു നിശ്ചയമായും ദൈവം ചെയ്യും ചെയ്യും ചെയ്യും. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല പാസ്റ്ററെ. 5 മണിക്ക് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. 5 മണിക്ക് ഞങ്ങളുടെ ടൈം അവസാനിക്കും. ഇനിയും 15 മിനിറ്റേ ഉള്ളൂ. ഒന്നും നടക്കത്തില്ല. ഏതായാലും വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ടെലിഫോൺ താഴെ വെച്ചു. 4:55 വീണ്ടും ഞാൻ വിളിച്ചു. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വ്യക്തിയുടെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ എന്നെ സമീപിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അദ്ദേഹം അതിൻ്റെ വിശദീകരണം തരും. പ്രിയരെ, നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കൈപ്പത്തി പോലൊരു മേഘത്തിന് വേണ്ടി ആമേൻ തന്റെ ബാല്യക്കാരനെ പറഞ്ഞയച്ചിട്ട്, ആമേൻ സ്തോത്രം, ഏലിയാവ് ആമേൻ അതിൻ്റെ ഇടയിൽ തന്റെ തല കുനിച്ചു നിർത്തി പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പ്രൈസല്ലോ, അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നിന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് കയറട്ടെ. പ്രൈസല്ലോ. 4:55 ഞാൻ വീണ്ടും വിളിച്ചു, പാസ്റ്ററെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാ. ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വരുന്നു, പാസ്റ്ററെ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. പോയി നോക്കിയപ്പോൾ നിങ്ങളുടെ ടെർമിനേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള ഇമെയിൽ മെസ്സേജാണ് വന്നത്. പ്രിയരെ, ഇതൊരിക്കലല്ല, അനേകരുടെ ജീവിതത്തിൽ ആമേൻ സംഭവിച്ചിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിൽ. എൻ്റെ ചർച്ചിൽ തന്നെയുള്ള ഒരു സഹോദരന് 16,000 റിയാൽ കൊടുത്തിട്ട് ഒരു വിസ എടുക്കാൻ വേണ്ടി അദ്ദേഹം സൗദി അറേബ്യയിലും അദ്ദേഹത്തിന്റെ വൈഫ് ഖത്തറിലുമാണ്. 5-6 വർഷങ്ങളായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ വന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടി. അതിനുശേഷം ആ സഹോദരൻ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നല്ല എഡ്യൂക്കേഷനുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സഹോദരനാണ്. ആ ഒരു അമേരിക്കൻ കമ്പനിയിൽ അദ്ദേഹം നല്ലൊരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. 3 പേരെ അവർ സെലക്ട് ചെയ്തു. പക്ഷേ ഒന്ന് ഒരു കനേഡിയനും, ഒന്ന് ഒരു US സിറ്റിസണും, ഒന്ന് ഒരു ഇന്ത്യക്കാരനും ആയതുകൊണ്ട് എന്തോ അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ ആ ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. അങ്ങനെ 6 മാസത്തെ സമയം അദ്ദേഹത്തിനായി. 5.5 മാസം കഴിഞ്ഞു. ഏതാണ്ട് 10 ദിവസം കൂടി അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞു, ഒരു വിസ ഉണ്ട്, 16,000 രൂപ കൊടുത്താൽ കിട്ടും. പാസ്റ്റർ എന്ത് പറയുന്നു? അത് ഞാൻ അങ്ങ് എടുക്കാൻ പോവാ. ഏതായാലും ഇത്രയും നാള് കുടുംബം ഇല്ലാതെ ഞങ്ങൾ 2 ജീവിച്ച് ഇനിയിപ്പം പൈസ പോയാലും വേണ്ടില്ല, അതങ്ങ് വാങ്ങിക്കുകയാണ്. ഞാൻ അന്ന് രാത്രി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് ഒരു ദർശനം. ഒരു ഫാൻ ഇങ്ങനെ, ഒരു വോൾ മൗണ്ടഡ് ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓഫീസിൽ ആ ഓഫീസ് ഡയറക്ടറുടെ, ഓഫീസ് മാനേജറുടെ മുന്നിൽ ഒരു ബഞ്ച് പേപ്പർ ഇരിക്കുന്നു. അതിൽ ഒരു പേപ്പർ ഇങ്ങനെ കാറ്റടിച്ച് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലേക്ക് ടേബിളിൽ വീഴുമ്പോൾ അദ്ദേഹം ഈ മനുഷ്യന്റെ പേര് പറഞ്ഞ് എന്നിട്ട് ചോദിക്കുന്നു, യു ആർ ദ പേഴ്സൺ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആർ യു വില്ലിംഗ് ടു ജോയിൻ ടുഡേ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞു. യെസ് എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം എന്നോട് അടുത്ത ദിവസം പറയുക, പാസ്റ്റർ 16,000 രൂപയ്ക്ക് വിസയുണ്ട്, ഇപ്പം ഇത് കിട്ടിയാൽ ഇതെടുത്തില്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലൊരു വിസ കിട്ടത്തില്ല, നല്ലൊരു വിസയാണ്, ഒരു മാനേജർ പ്രൊഫഷനുള്ള ഒരു വിസയാണ്, ഇതങ്ങ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും, നിങ്ങൾ ഈ വിസ എടുക്കണ്ടെന്ന്. ചെറിയ കാര്യമല്ലെന്ന് ഓർക്കണം. 6 വർഷമായി ഒന്നിച്ച് കുടുംബജീവിതം നയിക്കുവാൻ കഴിയാതെ 2 രാജ്യങ്ങളിൽ പാർക്കുന്നവരാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വിസ അടുത്ത് വന്നിരിക്കുന്നത്. വെറും 10 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോഴാണ് ദൈവം എന്നെ കാണിച്ചത്. ഞാൻ പറഞ്ഞു, ബ്രദറെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. പ്രാർത്ഥിച്ചു. ഈ പറഞ്ഞ ദിവസം ഞാൻ രാവിലെ പ്രഭാതത്തിൽ കണ്ട ദർശനം അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനൊരു ദർശനം ഞാൻ കണ്ടു. അന്ന് രാവിലെ 8:30 മണിക്ക് ആ പഴയ ഇന്റർവ്യൂ കഴിഞ്ഞ്
ഇദ്ദേഹത്തെ സെലക്ട് ചെയ്ത കമ്പനിയിൽ നിന്നൊരു കോള്, ആർ യു സ്റ്റിൽ ഇൻ ഡോഹ, ആർ യു വില്ലിംഗ് ടു ജോയിൻ വിത്ത് അവർ കമ്പനി? പുള്ളി പറഞ്ഞു, യെസ് ഐ ആം ഇൻ ഡോഹ. ഓക്കെ, പ്ലീസ് സെൻഡ് യുവർ ലൊക്കേഷൻ, വി ആർ ഗോയിങ് ടു സെൻഡ് ഡ്രൈവർ ആൻഡ് കാർ, പ്ലീസ് കം ഇമ്മീഡിയറ്റ്ലി ആൻഡ് ജോയിൻ ഫോർ യുവർ ജോബ്. നിങ്ങൾ നോക്കണം, ദൈവം പോഷ്ക് പറയുന്ന ദൈവമല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ആമേൻ. ആ ദൈവം ഇന്നും ഇന്നലെയും ഇന്നും എന്നേക്കും അനിന്യൻ തന്നെയാണ്. സ്തോത്രം. ആ സഹോദരന് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. വിത്തിൻ ഹാഫ് ആൻ അവർ വണ്ടിയും ഡ്രൈവറും വന്നു, അദ്ദേഹത്തെ കയറ്റി ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നിട്ട് എന്നെ ഇമ്മീഡിയറ്റ് വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് വിശദീകരിക്കുവാൻ, എനിക്ക് പറയുവാൻ വാക്കുകളില്ല. ആമേൻ. 14,000 രൂപ സാലറിയിൽ എഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്യാൻ പോവുകയാണ്, വിത്ത് ഫ്രീ വിസ. 16,000 രൂപയ്ക്ക് വിസ എടുക്കാൻ, ആമീൻ, ക്യാഷ് കൊടുക്കാൻ കയ്യിലെടുത്ത മനുഷ്യനോട് ദൈവം പറഞ്ഞു, കൊടുക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ കരുതുമെന്ന് പറഞ്ഞെങ്കിൽ, ആമീൻ, വിത്തിൻ 2 days ടൈം, ആമീൻ, ദൈവം ആ മനുഷ്യന് വേണ്ടി വാതിലുകളും വഴികളും തുറന്നു. സ്തോത്രം. തലമുറയെ കൊടുത്തു. ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ, എൻ്റെ തമിഴ് ചർച്ചിൽ ഉള്ള ആരാധിക്കുന്ന ഒരു പോൾ ഭാരതി ബ്രദറും അദ്ദേഹത്തിൻ്റെ വൈഫ് വൈരമണി സിസ്റ്ററും, അവരെ ചെന്നൈ മധുരൈ സ്വദേശികളാണ്. അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ആ പിതാവിനൊരു 6 മാസം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിഡന്റ്. ഒരു ട്രക്ക് ഡയറക്റ്റ് വന്നിടിച്ച് അദ്ദേഹത്തിന് ഒരു സൈഡ് മുഴുവൻ തകർന്നു പോയി. അങ്ങനെ 3 മാസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്നു. തിരിച്ചു വന്ന്, ഞാൻ പെട്ടെന്ന് പറയുകയാണ്, അദ്ദേഹത്തിന് ഒരു ബുദ്ധിഭ്രമം ഉണ്ടായി. അദ്ദേഹം എവിടെയാണെന്ന് അറിയത്തില്ല, എന്താ സംസാരിക്കുന്നതെന്ന് അറിയില്ല, ഉറക്കമില്ല, ഊണില്ല, വളരെ വളരെ ബുദ്ധിമുട്ടിലായി. 3 മാസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് മടങ്ങി വന്നു. ആരെയും ഉറക്കത്തില്ല, രാത്രി പകലും വാതിലുകൾ ചവിട്ടിക്കൊണ്ടിരിക്കും, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ പ്രിയ സഹോദരി നാട്ടിൽ വന്നു, കുറച്ച് ദിവസം നിന്നു. അപ്പോൾ അനേക ദിനരാത്രങ്ങൾ ആ സഹോദരി എന്നെ വിളിക്കും, ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു വലിയ വിടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറയുവാനിടയായി, പാസ്റ്റർ, ഇത് രോഗമാണെന്ന് തോന്നുന്നില്ല. രോഗമാണെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആമീൻ ശാന്തനാകുന്നുണ്ട്, നോർമൽ ആകുന്നുണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ആ സഹോദരി പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ പൂർണ്ണമായ ഒരു വിടുതൽ കിട്ടിയില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് അവര് ഖത്തറിൽ തിരിച്ചു ചെന്നതിന് ശേഷം എന്നെ വിളിക്കുകയാണ്. ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ മധുര വരെ ഒന്ന് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എന്താ സിസ്റ്റർ? എൻ്റെ പിതാവിന് ഒട്ടും സുഖമില്ല. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഒരു ആലോചന തന്നു, പാസ്റ്റർ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എൻ്റെ പിതാവിന് പൂർണ്ണ സൗഖ്യം കിട്ടും. ഞാൻ പറഞ്ഞു, സിസ്റ്റർ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും പോവാം. രാത്രി 8:30 മണിക്ക് ഞാൻ ഒരു ഡ്രൈവറെയും കൂട്ടിക്കൊണ്ട് വണ്ടി എടുത്തിട്ട് പോയി. 3:30 മണിക്ക് ഞാൻ മധുരയിലെത്തി. ഒരു 1.5-2 മണിക്കൂർ ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തു. 7 മണി മുതൽ 12:30 വരെ ആ പിതാവിനെ നടുക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഇടയായി. സ്തോത്രം. ആ പ്രിയ സഹോദരന്റെ ടെസ്റ്റ് മണി ഓഡിയോ ആയിട്ട് എനിക്ക് അദ്ദേഹം അയച്ചു തന്നത് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ച് ഫോർവേഡ് ചെയ്യാം. അത്ഭുതം ദൈവം ചെയ്തു. അന്ന് പകൽക്കാലം ദൈവം അദ്ദേഹത്തിന് വിടുതൽ കൊടുത്തു. അനേകം മാസങ്ങളായി ഉറങ്ങുവാൻ കഴിയാതിരുന്ന ആ സഹോദരൻ സുഖമായി ഉറങ്ങി. അനേക രാത്രിയും പകലും ആളുകൾക്ക് ഒരു ശല്യമായി തീർന്ന് ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച് നടന്നിരുന്ന ആ മനുഷ്യന് ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു 2 മാസത്തോളമായി. ആമേൻ, സ്തോത്രം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ സമയം ഇവിടെ തീരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുകയാണ്. ആമീൻ. അനേക സംഭവങ്ങൾ പറയാറുണ്ട്. 2 വർഷം ഞാൻ വണ്ടി ഓടിക്കാൻ കഴിയാതെ എൻ്റെ കണ്ണ് ഡിപ്ലോപ്പിയ എന്ന് പറയുന്ന രോഗത്താൽ ഭാരപ്പെട്ടു. ആമീൻ. 5 പ്രാവശ്യം എറണാകുളത്തുള്ള ഗിരിധർ ഹോസ്പിറ്റലിൽ ഞാൻ പോയി. അവരൊരു ട്രീറ്റ്മെന്റ് ചെയ്തില്ല. ആമീൻ. അവസാനം ഞാൻ നിശ്ചയിച്ചു, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നാൽ മതി. 7 ദിവസം ഉപവാസം എടുത്തു. 5-ാം ദിനം രാത്രി 12:30 കർത്താവ് എന്നെ കണ്ണിൽ തൊട്ടിട്ട് പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാ.
ഞാൻ വാഷ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് പൂർവ്വസ്ഥിതിയിലായി. എനിക്ക് ആദ്യമേ കണ്ണാടിയില്ലാതെ ബൈബിൾ വായിക്കാൻ പറ്റുമെങ്കിൽ കണ്ണാടി കൂടാതെ ബൈബിൾ വായിക്കാൻ തക്കവണ്ണം എൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിച്ചു തന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ആമീൻ, സ്തോത്രം. ബീഹാറിൽ ഞങ്ങൾ പോയി, എംപിയിൽ പോയി. ആമീൻ, ആയിരക്കണക്കിന് ആളുകളെ പ്രാർത്ഥിച്ചു. ആമീൻ, സ്തോത്രം. മാലപ്പടക്കം പൊട്ടുന്ന പോലാണ് രോഗികൾ കടന്നു വരുമ്പോൾ കൈവെക്കുമ്പോൾ തന്നെ ദൈവം അത്ഭുതകരമായ രോഗസൗഖ്യം അവർക്ക് കൊടുത്തത്. ഇതെൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്, എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം. ഏത് മനുഷ്യനെയും നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. ഒരു ചെറിയ അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ ദോഹയിൽ ഞാനായിരിക്കുമ്പോൾ അവിടെയുള്ള ലേബർ ക്യാമ്പുകളിൽ ഞാൻ പോകും. ഒരു ലേബർ ക്യാമ്പിലുള്ള 16 പേരിൽ 15 പേരും പ്രാർത്ഥനയ്ക്ക് വന്നു. ഒരു വ്യക്തി മാത്രം വരത്തില്ല. അദ്ദേഹം വരാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം താടിയും മൂടിയും ഒക്കെ നീട്ടി വളർത്തി, ആരോടും ഒരു സഹകരണവും ഇല്ലാതെ, ആരോടും സംസാരിക്കാതെ, ഒരു ഒറ്റയാനായി, ഒരു ഭ്രാന്തനായി തന്നെത്താനെ തൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിൽ പലപ്പോഴും വിചാരിക്കും, ഇദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കണം. ഞാൻ ഒരു പ്രാവശ്യം നോക്കി, 2 പ്രാവശ്യം നോക്കി, എൻ്റെ മുഖം കാണുമ്പോൾ അദ്ദേഹം മാറിപ്പോകും. ഒരു ദിവസം ഞാനിങ്ങനെ 7 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ 5-ാം ദിനം ദൈവാത്മാവിനോട് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് നീ ലേബർ ക്യാമ്പിൽ പോകാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, കർത്താവ് ഇപ്പോഴെന്തിനാ അവിടുന്ന്, ഞാൻ സാധാരണ വൈകുന്നേരങ്ങളിലാണ് പോകുന്നത്. അവൻ പകൽ സമയത്ത് എന്നോട് ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു. ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന സമയത്ത്, സ്തോത്രം, അറിഞ്ഞു ഈ സഹോദരന് ചിക്കൻ പോക്സ് ആയി കിടക്കുകയാണ്. ഞാൻ ആ സഹോദരനെ കാണണമെന്ന് ഒരാളോട് ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ എന്തിനാ അയാളെ കാണാൻ പോകുന്നത്? അയാൾ ഒരു മനുഷ്യനുമായിട്ട് സഹകരണമില്ലാത്ത ആളാ, അയാളെ കണ്ടിട്ട് എന്തോ? ഞാൻ പറഞ്ഞു, അതല്ല, എനിക്ക് കാണണം. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരുണ്ട്, അവനോട് ചോദിച്ചാൽ അവൻ കൊണ്ടുപോയി ആക്കും, പക്ഷെ അവൻ എന്തെങ്കിലും പൈസ കൊടുക്കണം, ചായ കുടിക്കാൻ പറഞ്ഞു. കൊടുക്കാം. അവന് ചായ കുടിക്കാൻ 50 റിയാൽ കൊടുത്തിട്ട് ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഒരു 5 നില കെട്ടിടത്തിന്റെ മുകളിൽ പ്ലൈവുഡ് അടിച്ച ഒരു റൂമിനകത്ത് ഈ മനുഷ്യനെ ഏകനായി അവിടെ ഇട്ടിരിക്കുന്നു. ദൂരെ വെച്ച് തന്നെ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, സാറേ ഇങ്ങോട്ട് വരരുത്, എനിക്ക് ചിക്കൻ ബോക്സ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് ചിക്കൻ ബോക്സ്, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വൈഫിനും ഞങ്ങൾക്ക് 5 പേർക്ക് ഒരുപോലെ ചിക്കൻ ബോക്സ് വന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, ആരും, എത്ര അടുത്ത സ്നേഹിതർ പോലും, 90 കാലഘട്ടത്തിലാണ്, സ്നേഹിതന്മാർ പോലും അതേ വീടിൻ്റെ പടിക്കൽ വന്ന് ആ ഹാൻഡിലിൽ ഫുഡും ജ്യൂസും കാര്യങ്ങളും ഫ്രൂട്ട്സും ഒക്കെ തൂക്കിയിട്ടേച്ച് വിളിച്ചു പറയും, ആ പാസ്റ്റർ ഞങ്ങളവിടെ വന്നിരുന്നു, ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് കയറിയില്ല. ആ സാഹചര്യത്തിലാണ് കല്ലുമല കുഞ്ഞുമനുഷ്യ എന്ന് പറയുന്ന ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവദാസനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ആരോ പറഞ്ഞറിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് മുടങ്ങാതെ 5-6 ദിവസം വന്ന് എൻ്റെ ബെഡിൽ കയറിയിരുന്ന അദ്ദേഹം കരം വെച്ച് പ്രാർത്ഥിക്കുകയും ആമീൻ, സ്തോത്രം, ഞങ്ങളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ബലമായിരുന്നു. അതിനുശേഷം ചിക്കൻ ബോക്സ് ഉള്ളിടത്ത് പോകുന്നത് എനിക്കൊരു ആവേശമായിരുന്നു. അവരുടെ കൈ എൻ്റെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന എനിക്ക് വലിയൊരു ആവേശമായിരുന്നു. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ വരാമെന്ന്. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം വാതിൽ തുറക്കുന്നത്, ഞാൻ പറഞ്ഞു, ബ്രദറെ നിങ്ങൾ തുറക്കും. വാതിൽ തുറന്നപ്പോൾ ശരീരം ആകമാനം പഴുത്ത വ്രണങ്ങൾ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈയെടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ സൗഖ്യം കൊടുക്കണമേ, ഈ സഹോദരനെ വിടുവിക്കണമേ, ഇവന് യേശുവിനെ അറിയുവാൻ ദൈവം ഇടയാക്കണമേ. അടുത്ത ദിനങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് സൗഖ്യമായി. സ്തോത്രം. ഞാൻ അദ്ദേഹത്തെ 10 ദിവസത്തോളം അവിടെ പോയി കാണുകയും അദ്ദേഹത്തിന് ജ്യൂസും ഫ്രൂട്ട്സും മറ്റ് സാധനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് പറയുകയല്ല, ദൈവം ചെയ്തൊരു പ്രവൃത്തി പറയുക. ആമേൻ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, 10 ദിവസത്തിന് ശേഷം ഒരു വെള്ളിയാഴ്ച ഞാൻ ആളുകളെ എടുക്കാൻ വാഹനവുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ, ആമേൻ, ഞാൻ അറിയാത്ത ഒരാള് മുന്നിൽ നിൽക്കുന്നു. ഞാൻ ആ കൂടെ വരുന്ന സഹോദരന്മാരോട് ചോദിച്ചു, ഈ വ്യക്തി ആരാ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അയ്യോ, അദ്ദേഹത്തെ അറിയത്തില്ലേ, അദ്ദേഹം കൃഷ്ണൻ നായർ. ഓ, കൃഷ്ണൻ നായരാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ, ഇതെന്ത് പറ്റി? അപ്പം ഞാൻ ഈ രൂപത്തിലായി. അദ്ദേഹം മുടിയെല്ലാം വെട്ടി ഷേവ് ചെയ്ത് ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു, എങ്ങോട്ട് പോവാ? ഞാൻ ഇനി എങ്ങോട്ട് പോവാനാ? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരിക പ്രാർത്ഥനയ്ക്ക്. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ കേൾക്കണം. ഞാൻ ഒരുപാട് പേരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ദൈവദാസന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ എനിക്കൊരു ഭാരമുണ്ടായപ്പോൾ എനിക്കൊരു കൈത്താങ്ങൽ തന്നത്, എന്നെ കരുതിയത് കർത്താവാണ്, നിങ്ങളാണ്.
നിങ്ങൾ അങ്ങനെ ചെയ്യുവാനിടയായെങ്കിൽ അത് ദൈവസ്നേഹം കൊണ്ടാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണെന്ന് പറഞ്ഞു. അതിനുശേഷം അനേക സമയങ്ങൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടുകയും സ്വന്തമായി ബൈബിൾ തുറന്ന് പാട്ട് എഴുതുകയും ഒക്കെ ചെയ്യുവാനായി ഇടയായി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല, നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധ്യമാ, എല്ലാം സാധ്യമാ. ഒരുപാട് 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 വിഷയങ്ങൾ പല തരത്തിലുള്ളത്. ആമേൻ. ഇവിടെ ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ 5 പേരെ ദൈവം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അത്ഭുതകരമായി ആമേൻ തലമുറയെ കൊടുത്തു. ദൈവത്തിനൊരു കാര്യവും സാധ്യമല്ല. കാനഡയിലുള്ള എൻ്റെ ഒരു കസിൻ, ഞാൻ അവിടെ ഒരു വീട്ടിൽ യാദൃച്ഛ്യമായിട്ട് സന്ദർശിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ പുസ്തകം ഞാൻ വായിച്ചു, അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി, എൻ്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? അവൾക്ക് 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിന് മുഖപക്ഷമില്ല, നിങ്ങൾ വീഡിയോ കോളിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. അന്നേരം തന്നെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹസ്ബൻഡും വൈഫും 2 പേരും കൂടെ ഉള്ളപ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് തലമുറയെ കൊടുത്തപ്പോൾ 1 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ഒരു ചരിത്രം കൂടെ പറയാം. നിങ്ങളെല്ലാം അമേരിക്കയിലുള്ളവരാണല്ലോ, അതുകൊണ്ട് അതുകൂടെ പറയാം. ഞാൻ 2022 സെപ്റ്റംബർ മാസം 10-ാം തീയതി ഫിലദൽഫിയയിലുള്ള എൻ്റെ മകൻ്റെ വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുവാനായി ഇരിക്കുമ്പോൾ, അവിടെയുള്ള എൻ്റെ മകൻ്റെ വൈഫിൻ്റെ പിതാവും മാതാവും വൈഫിൻ്റെ സിസ്റ്ററും കൂടെ, അവിടെ ഹസ്ബൻഡും കൂടെ അവിടെ വരുവാനിടയായി കുറേ വിശ്വാസികൾ. അപ്പോൾ എൻ്റെ മോൻ്റെ വൈഫിൻ്റെ അനിയത്തി, അവൾക്ക് അന്ന് വിവാഹം കഴിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ആ മകള് അവിടെ ബാക്ക് ബോണിന് ഒരു ചെറിയ സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അവിടെ വന്നതിന് ശേഷം എൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റങ്ങളെ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, ഞങ്ങൾക്ക് ഒരു തലമുറയെ വേണം, പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങളിപ്പം ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. സാരമില്ല പാസ്റ്റങ്ങൾ, പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്കറിയാമോ, ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഒരു ദൂത് പറഞ്ഞു, ഇന്നേക്ക് 10 മാസത്തിനുള്ളിൽ ഒരു ശമൂവേൽ ബാലനെ നിനക്ക് തരുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കും, ദൈവമേ, ഈ കുഞ്ഞുങ്ങള് ബാക്ക് ബോണിന് സർജറി കഴിഞ്ഞ് 6 മാസം റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അവസരമാണ്. ഇതെങ്ങനെ സംഭവിക്കും? കർത്താവിനോട് പറഞ്ഞു, പറഞ്ഞത് ഞാനാണെങ്കിൽ സംഭവിക്കും. നിങ്ങളോട് പറയട്ടെ, ആ സംഭവത്തിന് ശേഷം 60 ദിവസം കഴിയുന്നതിന് മുമ്പ് ആ മോൾ കൺസീവായി. ഇന്ന് അവർക്ക് എനിക്ക് തോന്നുന്ന ഒരു വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. സ്തോത്രം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം അതിശയങ്ങളുടെ ദൈവം. അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, ആമേൻ, ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ സുഖവും ദുഃഖവും സമ്പത്തും, ആമേൻ, ദാരിദ്ര്യവും ഉയർച്ചയും താഴ്ചയും ഒക്കെ ദൈവം തരും. അല്ലാതെ ഇന്നും ഉയർച്ച മാത്രമല്ല, ആമേൻ, എന്നും സമ്പന്നതയുടെ നടുവിൽ പട്ടുമെത്തയിൽ കിടക്കുന്ന അനുഭവമല്ല ക്രിസ്തീയ ജീവിതം. നിന്നെ കർത്താവിന് ഉപയോഗിക്കുവാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു കത്തി എത്രത്തോളം മൂർച്ച വരുത്തുന്നോ, ആ മൂർച്ച വരുന്നതനുസരിച്ച് അത് പ്രയോജനപ്പെടും. പക്ഷെ മൂർച്ച വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ആ മൂർച്ച വരുത്തുമ്പോൾ അതിൽ നിന്ന് ചിലതൊക്കെ തേഞ്ഞ് ചില ഇരുമ്പ് കഷണങ്ങൾ മാറുമ്പോഴാണ് അത് മൂർച്ചയുള്ളതായി തീരുന്നത്. നിന്റെ ജീവിതത്തിൽ നിന്നെ ദൈവം ഉപയോഗിക്കുമ്പോൾ ശത്രു ഒരു സ്ഥലത്ത് നിന്ന് അവൻ വെറുതെ ഇരിക്കത്തില്ല. നീ ശത്രുവിനെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ സടകുടം എഴുന്നേൽക്കും. പക്ഷേ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ ജാതി ഒഴിഞ്ഞു പോകും. ഇന്ന് പകൽക്കാലം ആമേൻ, നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, ദൈവത്തിന് ഒരു കാര്യവും സാധ്യമല്ല. പിന്നെ ഈ ലോകത്തിൽ നമുക്ക് സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും, നമുക്ക് മാനമുണ്ടെങ്കിലും മാനമില്ലെങ്കിലും, നമുക്ക് രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും, എങ്ങനെയായാലും നാം ഇന്ന് ഭൂമി വിട്ട്
മാറ്റപ്പെട്ടാൽ നമ്മുടെ നിത്യത നാം എവിടെ ചെലവഴിക്കും? നമുക്ക് നിത്യതയിൽ കാണപ്പെടുവാൻ ഇടയാകണം. ഈ ലോകത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും ഒരു നിമിഷം നമ്മളെ വിട്ടു മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുവാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പോലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതിരിക്കയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും കർത്താവ് അത് മറന്നു കളയുന്ന ദൈവമല്ല. ആമേൻ, സ്തോത്രം. നിങ്ങൾ ചെയ്യുന്ന ഈ സുവിശേഷ വേലയിൽ ഒരു വിലപ്പെട്ട സുവിശേഷ വേലയാണ്. അനേകർക്ക് ഈ ഈ ഡാളസ് പ്രെയർ ലൈൻ ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ കോർഡിനേറ്റർ സിസ്റ്റർ സന്ധ്യ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായും നിങ്ങൾക്കാർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കൂടി ആദ്യമേ മെസ്സേജ് അയച്ച് എൻ്റെ ടൈം എടുക്കണം. സമയമെടുത്തതിന് ശേഷം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവ് അയക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ കർത്താവിനെ പ്രദർശിപ്പിക്കണം, എന്നെ പ്രദർശിപ്പിക്കാനല്ല. ആമേൻ, കർത്താവിനെ പ്രദർശിപ്പിക്കണം. കർത്താവിൻ്റെ വരവോളം വിശുദ്ധിയോട്, നിർമ്മലയോട് ദൈവത്തിൻ്റെ രാജ്യത്തിന് കെട്ടുപണിക്കായി പിന്നെയും നിലകൊള്ളുവാൻ ദൈവം സഹായിക്കുവാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് സമയം നൽകി 4 ദിവസം ഓരോ മണിക്കൂർ സ്പെയർ ചെയ്തു തന്ന ഈ നിങ്ങളോടുള്ള എൻ്റെ അഗൈതവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്പർ തരാൻ പറ്റുമോ? 703 444 7521 703 444 7521 ഇന്ത്യ 0091. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നതല്ല ദൈവം ഞങ്ങളെ നിർത്തി. അതേ മിടുക്കനായ പത്രോസിനോട് അങ്ങ് പറഞ്ഞു, പത്രോസേ, നിന്നെ പാറ്റിക്കളയുവാൻ ശത്രു പലവട്ടം എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ ഞാൻ നിന്നെ സൂക്ഷിച്ചു. കർത്താവെ, ഞങ്ങൾ നിന്നതല്ല, അവിടുന്ന് ഞങ്ങളെ നിർത്തി. ഞങ്ങൾ വന്നതല്ല, ദൈവം ഞങ്ങളെ വരുത്തി. ഇന്നുപോലെ കാലം ഞങ്ങൾ എന്താണോ അത് ദൈവത്തിന്റെ കൃപയാണ്. ഞങ്ങളെ തന്നെ അങ്ങയുടെ മുന്നിൽ സമ്പൂർണമായി താഴ്ത്തുന്നപ്പാ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ആരും അങ്ങേക്കുള്ള മഹത്വം എടുക്കുവാൻ ദൈവം ഇടയാക്കരുത്. അവിടുന്ന് നടത്തിയ എല്ലാ വഴികൾക്കായും മുഖാന്തരങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയൻ ഈ റേഡിയോ ചാനലിലെ കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്ന കർത്താവെ സ്തോത്രം. ഇത് ഈ ഡാലസ് പ്രെയർ ലൈൻ അനേകർക്ക് അനുഗ്രഹമാകട്ടെ, അനേകർക്ക് ആശ്വാസമാകട്ടെ, അനേകരെ കണ്ണുനീരൊപ്പുവാൻ, അനേക രോഗികൾക്ക് സൗഖ്യം ലഭിപ്പാൻ കർത്താവെ ഈ ചാനൽ കൂടി ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ ആമേൻ ഇൻചാർജ് ആയിരിക്കുന്ന പാസ്റ്റർ ജോസ് മാത്യുവിനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്റർ സന്ധ്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വാത്സല്യ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, മാനസികമായി, ശാരീരികമായി, ആത്മീയമായി ഏതെല്ലാം വിഷയത്തിൽ ഞങ്ങൾക്ക് പോരായ്മകളുണ്ടോ അതിന്മേലൊക്കെ ദൈവത്തിന്റെ കരം ഞങ്ങളെ പണിഞ്ഞെടുക്കണമേ. ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് അപ്രകാരം ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ പണിഞ്ഞെടുക്കണമേ. അങ്ങേക്ക് ഹിതമായ വിധത്തിൽ അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ഒരു മനോഹര പാത്രമായി പുറത്തു വരുവാൻ ദൈവം. പിശാച് ഞങ്ങളെ തൊടുവാൻ ഇടവരാതെ കാൽവറിയുടെ രക്തം കൊണ്ട് ഞങ്ങളെ മറയ്ക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ ആമേൻ എല്ലാവരെയും യേശുവിന്റെ രക്തം കൊണ്ട് മറയ്ക്കണമേ. ഈ പ്രെയർ ലൈനെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഇതുപോലെ കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയൻ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.